നമസ്കാരം. റഷ്യയെ പേടിപ്പിക്കാൻ ട്രംപ് നോക്കണ്ട. കാരണം നട്ടലുള്ള മോദി നയിക്കുന്ന ഇന്ത്യയാണ് റഷ്യക്ക് കൂട്ടിനുള്ളത്. അതുകൊണ്ട് ട്രംപിന്റെ ഒരുവിധപ്പെട്ട പേടിപ്പിക്കലൊന്നും റഷ്യയുടെ അടുത്ത് വിലപ്പോകില്ല. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി കാൽ കീഴിൽ കൊണ്ടുവരണം, അതായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ട്രംപ് പുറത്തെടുത്ത തുറുപ്പുചീട്ടായിരുന്നു ഉപരോധം. വെറും ഉപരോധമല്ല, റഷ്യയെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിക്കൊണ്ടായിരുന്നു ഈ ഉപരോധം. ട്രംപിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വീണ്ടും സമാധാന ചർച്ചയ്ക്ക് നിർബന്ധിതനാക്കുക എന്ന ലക്ഷ്യമിട്ടായിരുന്നു ഈ ഉപരോധം. എന്നാൽ അങ്ങനെ അങ്ങ് ട്രംപിന് മുന്നിൽ മുട്ടുകുത്താൻ റഷ്യക്ക് ഇപ്പോൾ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഉപരോധത്തെ വളരെ ഭംഗിയായി മറികടക്കാനുള്ള ശ്രമത്തിലാണ്. ട്രംപിന് മുന്നിൽ തോൽക്കാതെ പിടിച്ചു നിൽക്കാൻ റഷ്യക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. പണ്ടേ ഇന്ത്യ റഷ്യക്കൊപ്പം നിൽക്കുന്നതും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമൊന്നും ട്രംപിന് തീരെ അങ്ങ് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയോട് ട്രംപ് താരിഫ് ഉയർത്തി ഭീഷണി കാട്ടിയതും. ഇപ്പോ അതാ US ഉപരോധത്തിന്റെ സമയപരിധി അടുക്കവേ ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാൻ കുതിച്ചെടുക്കുകയാണ് റഷ്യൻ എണ്ണക്കപ്പലുകൾ. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റും ലൂക്കോയിൽ എന്നിവയ്ക്കാണ് ഒക്ടോബർ 22-ന് US ഉപരോധം ഏർപ്പെടുത്തിയത്. ഇതിനെ തുടർന്ന് റിലയൻസ് ഉൾപ്പെടെ ഇന്ത്യയിലെ 7 റിഫൈനറികളിൽ 5 എണ്ണം നവംബർ 21-ന് ശേഷം ഇവയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനോടകം തന്നെ റോസ്നെഫ്റ്റിൽ, ലൂക്കോയിൽ എന്നിവയിൽ നിന്നുമുള്ള എണ്ണയുമായി ഇന്ത്യയിലേക്ക് തിരിച്ച കപ്പലുകൾ ഈ സമയപരിധിക്കുള്ളിൽ രാജ്യത്ത് എത്തിച്ചേരില്ല എന്നാണ് വിലയിരുത്തുന്നത്. ഡേറ്റ ഇന്റലിജൻസ് സ്ഥാപനമായ ക്ലെപ്പയറിന്റെ കണക്കനുസരിച്ച് നവംബർ 21-ന് ശേഷം റോസ്നെഫ്റ്റും ലുക്കോയിൽ നിന്നും 77 ലക്ഷം ബാരൽ എണ്ണ ഇന്ത്യയുടെ തീരങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട്. മിക്ക ടാങ്കറുകളും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ജാംനഗർ റിഫൈനറിയിലേക്കോ അല്ലെങ്കിൽ റോസ്നെഫ്റ്റുമായി ബന്ധമുള്ള നയാര എനർജിയുടെ വഡിനാർ തുറമുഖത്തേക്കോ ആണ് പോകുന്നത്. ഇവയിൽ പല കപ്പലുകളുടെയും വിതരണ തീയതികൾ നവംബർ അവസാനവും ഡിസംബറിലുമായിട്ടാണ്. അതേസമയം സമയപരിധിക്ക് ശേഷം റോസ്നെഫ്റ്റ് അല്ലെങ്കിൽ ലുക്കോയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇന്ത്യൻ കമ്പനികൾ US-ൽ നിന്നും എന്തെങ്കിലും ഇളവ് തേടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. നവംബർ ആദ്യം ഹംഗറിക്ക് റഷ്യൻ എണ്ണയും വാതകവും വാങ്ങുന്നതിന് ഇളവ് ലഭിച്ചിരുന്നു. കൂടാതെ ലുക്കോയിൽ നിന്നും ചില ഇടപാടുകൾക്കും US ഇളവ് നൽകിയിട്ടുണ്ട്. ഇനി US ഇളവ് നൽകിയാലും ഇല്ലെങ്കിലും ഇന്ത്യ എന്നും റഷ്യക്ക് താങ്ങും തണലുമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും റഷ്യ ട്രംപിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്നത് സത്യമാണ്.